നൂറ് തവണ അലക്സാണ്ടറുടെയും ചെങ്കിസ് ഖാന്റെയും കയ്യുകൾ മനുഷ്യന്റെ കുപ്പായം കീറി. ഇന്നും അത് തുടർന്നേ പോകുന്നു. അലക്സാണ്ടറുടെയും ചെങ്കിസ് ഖാന്റെയും പുതിയ അനുയായികൾ അഭിമാനിയാം മനുഷ്യന്റെ കുപ്പായം കീറുന്നു, അഭിമാനിയാം മനുഷ്യനെ മാനം കെടുത്തുന്നു. പരിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിളംബരം ചെയ്തത്. ഭരണാധികാരികളായിട്ടുള്ള ചില അതിക്രമികളായിട്ടുള്ള ആളുകൾ പാവങ്ങളുടെ രാജ്യങ്ങളിൽ പ്രവേശിച്ചാൽ അവിടെ അവർ ചെയ്തു കൂട്ടുന്നത് എന്തെന്നറിയുമോ? അവരവിടെ ഫസാദിന്റെ വിത്ത് മുളപ്പിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ നേരത്തെ വിളംബരം ചെയ്തു. അള്ളാഹുവിന്റെ ഗ്രന്ഥം ഈ ലോകത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ആഹ്വാനം നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത് എന്നാണ്. ഒരു പ്രവാചകൻ തന്റെ ജനതയോട് ചെന്ന് പറഞ്ഞതായിട്ട് ഖുർആൻ എടുത്തുദ്ധരിക്കുകയാണ്. ലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഒരിക്കലും ജനങ്ങളെ ഈ ഭൂമിയെ നന്നാക്കിയ ശേഷം പിന്നെ നിങ്ങൾ ഈ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കരുത്. നിങ്ങൾ രക്തം ചിന്തരുത്, നിങ്ങൾ പരസ്പരം കൊലവിളിക്കരുത്, നിങ്ങൾ അഭിമാനമുള്ള മനുഷ്യനെ അപമാനിക്കരുത്, നിങ്ങൾ ഭൂമിയുടെ സ്വാസ്ഥ്യം കെടുക്കരുത്, നിങ്ങൾ മനുഷ്യന്റെ സമാധാനം തകർക്കരുത്, നിങ്ങൾ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും മധ്യത്തിൽ വിപത്തിന്റെ വിത്തുകളെ വിതക്കരുത് എന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലൂടെ ഒരു പ്രവാചകൻ അങ്ങനെ നടത്തിയ ആഹ്വാനം അല്ലാഹു അവന്റെ ഗ്രന്ഥത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.